കേരളത്തിൽ നിന്ന് ബുദ്ധമതം ഇല്ലാതായതിൽ ശങ്കരാചാര്യർക്ക് എന്താണ് റോള് എന്നുള്ള പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? ശങ്കരാചാര്യർക്ക് എന്താണ് പങ്ക് എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ശങ്കരാചാര്യർ എഴുതി എന്ന് പറയപ്പെടുന്ന ചില കൃതികളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 13-14 നൂറ്റാണ്ടല്ലേ മാധവാചാര്യയുടെ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. ആ കൃതിയിലാണ് ശങ്കരാചാര്യരെക്കുറിച്ചുള്ള പരാമർശം വരുന്നത് എന്നാണ്. അതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ചോ അദ്ദേഹം എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ചോ ചരിത്രപരമായി എന്തെങ്കിലും പഠനങ്ങൾ നടന്നതായോ അല്ലെങ്കിൽ ചരിത്രപരം ഒരു പുരുഷനായി അദ്ദേഹം ഉണ്ടായി എന്ന് പറയുന്നതായോ ഞാൻ തെളിവുകൾ കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പ്രപഞ്ചസാരം എന്ന് പറയുന്ന കൃതി, സൗന്ദര്യലഹരി എന്ന് പറയുന്ന കൃതി ഒക്കെ അങ്ങനെ കൃതികളുണ്ട്. അതൊക്കെ ഈ താന്ത്രിക് ടെക്സ്റ്റുകളൊക്കെ ഇന്ന ആൾ എഴുതി എന്ന് നമുക്ക് പറയാൻ വേണ്ട തെളിവുകളല്ല. മിക്കവാറും താന്ത്രിക് ടെക്സ്റ്റുകളെല്ലാം തന്നെ പഴയ കൃതികളുടെ ദേവത ആരാധനയുടെ ദേവതകളെ മന്ത്രങ്ങളെയൊക്കെ അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പഞ്ചമകാര ആരാധന എന്ന് പറയുന്നത് മദ്യവും മാംസവും ഒക്കെ വെച്ച് ആരാധിക്കുന്ന രീതിശാസ്ത്രമാണ്. ഈ രീതിയൊക്കെ കളഞ്ഞിട്ട് അവിടെ അതിനെ സിംബോളിക്കായിട്ട് ഗസ്റ്റേഴ്സായിട്ട് മുദ്രകളായിട്ടൊക്കെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളാണ് പിന്നീട് നമുക്ക് ബ്രാഹ്മണ തന്ത്രങ്ങളിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ മെഡീവൽ പീരീഡിൽ ശങ്കരാചാര്യർ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ നടന്ന ബ്രാഹ്മണവൽക്കരണത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ റിസർച്ച് ചെയ്ത ആളുകൾ എല്ലാം മിത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നല്ലാതെ മിത്തുകളെ ലെജൻസുകളെയും മിത്തുകളെയും നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ സോഴ്സായിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ആൻഷ്യൻ മെഡീവൽ ഹിസ്റ്ററി. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ച് ഒരു സമരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മിത്തുകളൊക്കെ അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ ഒക്കെ നമുക്ക് സോഴ്സായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പ്രാചീന മധ്യകാല ചരിത്രം എഴുതുമ്പോൾ നമുക്ക് കഥകളും മിത്തുകളും ഐതിഹ്യങ്ങളും വെച്ച് ചരിത്രം എഴുതാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ശങ്കരാചാര്യരെ ഞാൻ കണ്ടിട്ടില്ല ചരിത്രത്തിൽ. ഇനി കാണുമായിരിക്കാം അല്ലെങ്കിൽ പഠനങ്ങൾ നടക്കുമായിരിക്കും.